ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പാ ശരണം. നാരായണ അഖില ഗുരു ഭഗവാൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിലെ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. നമ്മുടെ ഭാഗവത സപര്യയിലൂടെ നമ്മൾ സഞ്ചരിച്ചിട്ട് ഇന്ന് പ്രഥമസ്കന്ധം 4-ാം അധ്യായം വരെ എത്തി നിൽക്കുകയാണ്. എല്ലാം ശ്രീ ഗുരുവായൂരപ്പൻ്റെയും നിങ്ങളുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇത്രയും പാരായണം ചെയ്ത് സമർപ്പിക്കാൻ പറ്റിയത്. ഈ ഒരു പരിശ്രമം യാതൊരു ബുദ്ധിമുട്ടുകളും കൂടാണ്ട് ഇടയ്ക്ക് തടസ്സമൊന്നുമില്ലാണ്ട് പൂർണ്ണമാക്കാൻ സാധിക്കണമെന്ന് മാത്രമേ പ്രാർത്ഥനയുള്ളൂ. കാരണം മടി, അലസത ഒക്കെ മനുഷ്യൻ്റെ കൂടപ്പിറപ്പാണ്. നാളെ ആവാം, മറ്റന്നാളാവാം എന്നൊക്കെ വിചാരിച്ച് കുറച്ച് കഴിയുമ്പോൾ വേണ്ടാന്ന് വെച്ച് അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായേക്കാം. ഇല്ലാതൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മളൊന്നും ജയിച്ചു വന്നവരല്ല. അപ്പം അതുകൊണ്ട് സാധാരണക്കാരായി നമുക്കിതൊക്കെ വന്ന് പെടാം. അപ്പം അതൊന്നും ഇല്ലാണ്ട് ഏതൊക്കെ പ്രതിസന്ധികൾ വന്നാലും ഒന്നും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് ഇത് പാരായണം ചെയ്ത് മുഴുവനാക്കാനായിട്ട് സാധിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഇടയിൽ കുറച്ച് ദിവസം ഒരു വൃന്ദാവന യാത്രയുണ്ട്. ആ സമയത്ത് ഉള്ള പാരായണങ്ങൾ മാത്രമാണ് ഒരു പക്ഷേ അതെങ്ങനെയാണെന്നറിയില്ല. ഭഗവാന്റെ ഇച്ഛ പോലെ അതും ആവട്ടെ. ഒക്ടോബർ 3-ന് പോയാൽ 15-നാണ് തിരിച്ചു വരിക. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഉറപ്പോട് കൂടിയിട്ട് പോവുകയാണ്. കാരണം രാധാറാണിയും ശ്രീ ഗുരുവായൂരപ്പനും കാരണം ഈ ഇവിടുത്തെ ഗുരുവായൂര കഥ പറയുമ്പോൾ പുരാണമഞ്ജരിയിലൊക്കെ വായിച്ച് കേട്ടിട്ടുണ്ട്. സാക്ഷാത് ശ്രീ രാധാറാണി വൃന്ദാവനത്തിൽ നിന്ന് ആ ഗുരുവായൂരെത്തിയിട്ട് ആ ഒരു മനോഹരമായ പ്രദേശം, അതായത് മഹാദേവനാൽ എപ്പോഴും ധ്യാനത്തിലിരിക്കുന്ന മനോഹരമായ പ്രദേശം കണ്ടിട്ട് അത്രയും ആ ധ്യാനവും ജപവും കൊണ്ട് പരിശുദ്ധവും അത്രയും ആ ഭക്തി അനുഭവമായിട്ടുള്ള അവിടെ ചെന്നങ്ങോട്ട് നിന്നാൽ, ചില സ്ഥലത്ത് ചെന്നങ്ങോട്ട് നിന്നാൽ നമുക്ക് ഭക്തി അനുഭവം എന്ന് പറയില്ലേ, അതുപോലെ ഭക്തി അനുഭവമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ആ ഗുരുവായൂർ. അവിടെ ചെന്നപ്പോൾ രാധാറാണിക്ക് അവിടെ നിന്ന് വിട്ട് പോരാനായിട്ട് വളരെയധികം പ്രയാസമായിരുന്നു. അപ്പോൾ രാധാറാണി ഭഗവാനോട് തൻ്റെ ആഗ്രഹം പറഞ്ഞു, ഈ സർവപ്രപഞ്ചത്തിനും വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള ഈ ശ്രീകൃഷ്ണ ലീലകൾ ആടിക്കഴിഞ്ഞാൽ ഞാനും ഇവിടേക്ക് തന്നെ വരാം. നമ്മളെവിടെയും പോകണില്ല ഈ ഭൂമി വിട്ടിട്ട്. കാരണം നമുക്ക് പോകാൻ സാധിക്കില്ല ഭൂമി വിട്ടിട്ട് എവിടെയും പോകാൻ. ഇവിടെ അത്രയും കലി അതുപോലെയാണ്. കലിയുടെ ആ പ്രഭാവം അങ്ങനെയാണ്. അവിടെ കലിയുടെ പിന്നാലെ തന്നെ കണ്ണൻ ഉണ്ടാവണം, അല്ലെങ്കിൽ കലി എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുക എന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിതാ ഇവിടെ ഇരുന്നോളൂ, സമയമാകുമ്പോൾ ഞാനിവിടെ എത്തിക്കോളാം, ഇവിടെ ധ്യാനത്തിലിരുന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ അമ്മയാണ് അത്ര ആദ്യം അവിടെ ആ ശ്രീകൃഷ്ണൻ്റെ ആ ശ്രീലകത്തിൻ്റെ ഭാഗത്ത് അവിടെ തപസ്സനുഷ്ഠിച്ച് ആ ലോകത്തിന് മുഴുവനും പരമപ്രേമം ഉണ്ടാവാൻ വേണ്ടി ആ ശ്രീകൃഷ്ണ ഭഗവാൻ വീണ്ടും കലികാലത്ത് വരുമ്പോൾ കൃഷ്ണനെ ഒരുപാട് ഇഷ്ടമല്ലേ, കൃഷ്ണന് ഇഷ്ടമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? അപ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ കൃഷ്ണനോട് അത്രയും ഇഷ്ടം തോന്നണമെന്നുണ്ടെങ്കിൽ, ആ ഇഷ്ടം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഏതൊരാൾക്കും ജാതിയും മതമൊന്നും ഇല്ലാണ്ട് ഏതൊരാൾക്കും കൃഷ്ണൻ്റെ ചിത്രം കണ്ടാലും കൃഷ്ണൻ്റെ കഥകൾ കേട്ടാലും കൃഷ്ണനെ പറ്റി പറഞ്ഞാലും ഇഷ്ടമാണ്. അങ്ങനെ ഒരിഷ്ടം ജനിപ്പിക്കണമെങ്കിൽ അത് ആ ഒരു പ്രേമഭാവം നമ്മുടെ ഉള്ളിലുണ്ടാവണോണ്ടാണ് ആ ഒരു ഇഷ്ടം ഉണ്ടാവുന്നത്. അത് അവിടെ ഇരുന്ന് രാധാറാണിയാണ് നമ്മുടെ ഉള്ളിൽ നിറച്ചത്. ആ വ്രജത്തിലെങ്ങനെയാണോ പ്രേമം നിറച്ചത്, അതുപോലെ ഗുരുഭവനപുരിയിലിരുന്നിട്ടും പ്രേമം നിറച്ചു. അങ്ങനെയുള്ള ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ, നാരായണാലയത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് രാധാറാണി ശ്രീകൃഷ്ണ ഭഗവാനും കൂടിയിട്ട് ക്ഷണിച്ചത് വൃന്ദാവനത്തിലേക്ക് വന്നോളൂ എന്ന്. പിന്നെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം
ഇനി എന്തു വന്നാലും നമ്മളെ ഒരാൾ കൊണ്ടുപോകാം, നമ്മൾ തന്നെ പോകുമ്പോഴാണ് അയ്യോ ഞാൻ തന്നെ പോയി എന്താവുക, ഇങ്ങനെയാവോ എന്നൊക്കെയുള്ള ബുദ്ധിമുട്ടുള്ളൂ. അതായത് നമ്മളെ ഒരാൾ കൊണ്ടുപോകാം, യാതൊന്നും പേടിക്കാനൊന്നുമില്ല, എന്തു വന്നാലും ഞാൻ നോക്കിക്കോളാം, എൻ്റെ കൂടെ പോരുമെന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് ഒരാൾ വിളിച്ചാൽ അപ്പം പിന്നെ എന്താ പേടിക്കല്ലേ. അങ്ങനെ രാധാകൃഷ്ണന്മാർ വിളിച്ചിട്ടാണ് ഈ ഒരു യാത്ര. അതിൽ ആ കൃഷ്ണാനുഭവങ്ങൾക്കായിട്ട് കാത്തിരുന്നു കൊണ്ട് കൊതിച്ച് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി 2 ദിവസങ്ങൾക്കകം പോകാമെന്നാണ്. അപ്പോൾ ഞാൻ ഇത് റെക്കോർഡ് ചെയ്യണ ദിവസത്തെ എന്ന് വെച്ചാൽ ദുർഗാഷ്ടമിയുടെ അന്നാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കണേ ഇപ്പോൾ ഇവിടെ. അപ്പോൾ 2 ദിവസത്തിനകം ഈ വൃന്ദാവനത്തേക്കുള്ള യാത്രയാണ്. ആ യാത്രയുടെ ഇടയിൽ ഇത് സമർപ്പിക്കാൻ പറ്റുമെന്ന് അറിയപ്പോൾ പരമാവധി പാരായണം ചെയ്ത് നിങ്ങൾക്കായിട്ട് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയോടുകൂടി പാരായണം ചെയ്ത് സമർപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹം ഉണ്ടാവണം. ഇത് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലാണ്ട് നമ്മുടെ പാരായണം മുന്നോട്ട് പോകാൻ, അക്ഷരത്തെറ്റുകൾ ഇല്ലാണ്ടിരിക്കാനൊക്കെ പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരോടും പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ഇന്ന് നമ്മൾ പാരായണം ചെയ്യുന്നത് ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 4-ാം അധ്യായം. ജ്ഞാനസ്വരൂപിണി സരസ്വതി സുസ്മിതേ ഞാൻ വന്ദിച്ചിടുന്നു തവ പാദതലത്തിൽ നിത്യം എന്നും മുകുന്ദത ചരിതാമതമുച്ചരിപ്പാൻ നാവിലെപ്പോഴും അധീശ്വരി വാണിടേണം. ഭഗമാതാവേ, അമ്മേ കേശാദിപാദം വണങ്ങുന്നേൻ, അമ്മേ പാദാദികേശം വണങ്ങുന്നേൻ, എന്നും എന്നിൽ ഹരി ഭക്തി നിറയ്ക്കണേ ശ്രീ ഗുരു മാലികാവിൽ ഭഗവതി. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 4-ാം അധ്യായം. വ്യാസ ഉവാച ഇതി ബ്രുവാണാം സംസ്തൂയ മുനീനം ദീർഘസത്രിണം വൃദ്ധകുലപതീസൂതം ബഹൃച്ഛ ശൗനകോ ബ്രവീത്. സ്തുതിച്ചാരിത്രയും ചൊന്ന സൂതനെ സത്രിനായകൻ മുനിവൃദ്ധൻ കുലപതി ശൗനകർ ഋഗ്വേദി ഇങ്ങനെ. കുലപതി എന്നൊക്കെ പറയണത് എന്താണെന്ന് വെച്ചാൽ, കുലപതി എന്ന് പറഞ്ഞാൽ ആചാര്യൻ എന്നാണ് അർത്ഥം. അപ്പോൾ അതുകൊണ്ടാണ് കുലപതി. വൃദ്ധൻ എന്ന് വെച്ചാൽ വയസ്സുകൊണ്ട് വാർദ്ധക്യമുള്ളതും ആവാം, അറിവിൻ്റെ ജ്ഞാനവൃദ്ധനും ആവാം വൃദ്ധൻ എന്നുള്ളതുണ്ട് ഉദ്ദേശിച്ചതുകൊണ്ട്. അപ്പോൾ സൂതൻ പറഞ്ഞുല്ലോ, എനിക്ക് അറിയണ പോലെ ഞാൻ പറഞ്ഞു തരാം എന്നാണല്ലോ പറഞ്ഞേ. അപ്പോൾ സന്തോഷമാണ്, എനിക്ക് ഇഷ്ടമാണ് പറയാൻ. ഞാൻ അറിയണ പോലെ പറഞ്ഞു തരാം. എനിക്ക് അത്ര അറിവുണ്ടെന്നൊന്നും അറിയില്ല, തെറ്റുമെന്നൊന്നും അറിയില്ല, എന്നാലും പറ്റണ പോലെ ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരാം. ഞാൻ കേട്ടതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം, ഞാൻ മനസ്സിലാക്കിയോടത്തോളം പോലെ എന്ന് പറഞ്ഞപ്പോൾ ശൗനകൻ എഴുന്നേറ്റിട്ട് പറയണു. ശൗനക ഉവാച സൂതസൂത മഹാഭാഗ വദനോ വദതം വര കഥാ ഭാഗവതിം പുണ്യം യഥാഹ ഭഗവൻ ശുഗ. സൂതാ ചൊല്ലൂ മഹാഭാഗ, ഞങ്ങളോടിന്നു അഗ്വിഭോ ഭഗവാൻ ശുഗനാൽ പ്രോക്ത പുണ്യമാം ഭഗവത് കഥ. അപ്പോൾ പറയണു അപ്പോൾ ആ മഹാഭാഗ, ഭാഗ്യവാനെ, ഭാഗ്യശാലിയായുള്ളവനെ. കാരണം ഭഗവാന്റെ മനുഷ്യനായിട്ട് ജനിച്ചാൽ എന്താണ് ഏറ്റവും ഭാഗ്യം? ഈശ്വര കഥകളെ കേൾക്കുക, ഈശ്വര കഥകളെ പറയുക, അതൊരു ഭാഗ്യമാണ്. പിന്നെ ഇങ്ങനെയുള്ള വലിയ സത്സംഗങ്ങളിലിരുന്ന് അത് കേൾക്കാൻ സാധിച്ച ഒരാളാണ്, അപ്പോൾ അതും ഭാഗ്യമാണ്. പറയാനായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ്, ഈശ്വര കഥകൾ പറയാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഭാഗ്യശാലിയായുള്ളവനെ എന്ന് പറയണത്. അപ്പോൾ അതുകൊണ്ട് അങ്ങതാ വാഗ്മികളിൽ വെച്ച് അങ്ങ് ശ്രേഷ്ഠനാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അന്ന് ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞത് അങ്ങയുടെ ആ കർണപുടങ്ങളിലൂടെ ഹൃദയത്തിലേക്ക് ഒഴുകി വന്നതല്ലേ, അത്രയും വലിയൊരു മഹാത്മാവിൽ നിന്ന് കേട്ട വാക്യങ്ങൾ കേൾക്കാൻ ഭാഗ്യമുണ്ടായവനല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ പുണ്യത്തെ വർദ്ധിപ്പിക്കുന്ന ഭഗവാന്റെ കഥയെ വിസ്തരിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരണേന്ന് ശൗനകൻ പറയണു. തസ്യ പുത്രോ മഹായോഗി സമദൃക് നിർവികൽപക ഏകാന്തമതിരുന്നിദ്രോ ഗൂഢോ മൂഢ ഇവേയത.
യുഗമേതിലുണ്ടായി എവിടത്തേതു ഹേതുവാൽ ആർക്കു വേണ്ടി തീർത്തു കൃഷ്ണമുനി പുണ്യസംഹിത. തൽപുത്രനാം മഹായോഗി നിർവികൽപ്പൻ സമേക്ഷണൻ ഏകാന്തമതിയൊന്നിദ്രൻ ഗൂഢൻ മൂടൻ്റെ മാതിരി ചോദിക്കുകയാണ് സൂതനോട്, ഇത് ഏത് യുഗത്തിലാണ്, എവിടെ വച്ചിട്ടാണ് ഈ ഒരു ഭാഗവതം ഉണ്ടായത്, എഴുതപ്പെട്ടത് എപ്പോഴാണ്, ഏത് യുഗത്തിൽ എവിടെ വച്ചിട്ടാണ്, അതിനെന്താ കാരണം ഉണ്ടായത്, ഇതുണ്ടാവാൻ കാരണം എന്താണ് ഉണ്ടായത്. പിന്നെ ആ വ്യാസപുത്രനായിട്ടുള്ള ആ ശ്രീശുക മഹർഷി ഉണ്ടല്ലോ, അത് പരീക്ഷിത്ത് മഹാരാജാവിനെ കേൾപ്പിച്ചു എന്ന് പറയണ്ടല്ലോ, അതെങ്ങനെയാണ്? ആ മഹായോഗിയല്ലേ അദ്ദേഹം. അപ്പോൾ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നതാണ്, എല്ലാം സമദൃഷ്ടിയോടുകൂടി കാണുന്നു, എല്ലാത്തിലും ഇരിക്കുന്ന ഈശ്വരൻ താൻ തന്നെയാണ് ബോധിച്ച് ആ ഋഷി ശരിക്കും ആ ശുഖബ്രഹ്മം തന്നെയായിട്ടിരിക്കുന്ന ആ ശുഖം എങ്ങനെയാണ്? അങ്ങനെയുള്ള ഒരാൾ, അങ്ങനെ ഇരിക്കുന്ന ഒരാളാണ് ശിശുഖൻ ബ്രഹ്മർഷി. ദുഷ്ട്വാതുയന്തം ഋഷിമാത്മജമപ്യനഗ്നം ദേവ്യാഹ്രിയാ പരിതധുർണസുതസ്യ ചിത്രം തദ്വീക്ഷ്യ പൃച്ഛതി മുനോ ജഗതുസ്തവാസ്തി സ്ത്രീപുംബിതാനദോ സുതസ്യ വിവിക്തദൃഷ്ടേ. പുത്രൻ്റെ പിന്നിൽ അച്ഛൻ അനഗ്നൻ ആറ്റിൽ സ്വർണ്ണാരിമ അണിഞ്ഞു ജവേന. പക്ഷേ നഗ്നനടുത്തവരലർജർ പകയ്ക്കുമച്ഛൻ കേട്ടൻ ശുഖൻ്റെ മിഴി ലിംഗ വിഭേദമുക്തം. ഒട്ടും ഭേദഭാവനില്ലാത്ത ആളാണ് ശ്രീശുഖ ബ്രഹ്മർഷി. പിന്നെ ഈ ശ്ലോകം കൊണ്ടൊരു കഥ പറയാണ്. അതായത് ഒരിക്കൽ അപ്സരസ്ത്രീകൾ തൻ്റെ വസ്ത്രങ്ങളൊക്കെ കരയിൽ അയച്ചു വെച്ചിട്ട് അവരിത് അർദ്ധനഗ്നരായിട്ട് ആ ജലത്തിൽ ക്രീഡ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ആ വഴിയിൽ കൂടെ ശ്രീശുഖ ബ്രഹ്മർഷി പോവുകയാണ്. അപ്പോൾ ആ ജലക്രീഡ ചെയ്യുന്നവരൊക്കെ അവിടെ തന്നെ അങ്ങനെ തന്നെ നിന്നുകൊണ്ട്, പെൺകുട്ടികളാണ്, പെൺകിടാങ്ങളാണ്, അങ്ങനെ തന്നെ നിന്നുകൊണ്ട് ആ ശ്രീശുഖ ബ്രഹ്മർഷിയെ തൊഴുതു നിന്നു. ആ ശ്രീശുഖ ബ്രഹ്മർഷിയും അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് തൊഴുതിട്ട് അതിലെ കടന്നുപോയി. അപ്പോൾ അതേസമയം തൊട്ട് പുറകെ ആരാ വരുന്നത്? വേദവ്യാസ മഹർഷി വരുന്നു. അദ്ദേഹമാണെങ്കിലോ ഈ ശ്രീശുഖ ബ്രഹ്മർഷി എങ്ങനെയാണ്? അദ്ദേഹം ആ വിവസ്ത്രനായിട്ടാണ്, അദ്ദേഹത്തിന് ശരീരബോധമൊന്നുമില്ല, അദ്ദേഹം വിവസ്ത്രനായിട്ടാണ് നടക്കുന്നത്. 16 വയസ്സുള്ള ഒരു യുവാവാണ്, വിവസ്ത്രനാണ് നടക്കുന്നത്, വസ്ത്രമൊന്നും ധരിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ ശുഖബ്രഹ്മർഷിയാണ് കടന്നുപോയത്. പക്ഷേ വസ്ത്രമൊക്കെ ധരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആ അച്ഛൻ വേദവ്യാസ മഹർഷി അതിലെ പോയപ്പോൾ സ്ത്രീകൾക്കൊക്കെ ലജ്ജ കൊണ്ട് അവർ വേഗം വസ്ത്രങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ട് മാറി നിന്ന് അകലെ നിന്ന് മാറി നിന്ന് തൊഴുതു. അപ്പോൾ ഇത് കണ്ടപ്പോൾ വേദവ്യാസ മഹർഷിക്ക് ആശ്ചര്യമായി. തൻ്റെ പുത്രൻ, അതും യുവാവായിട്ടുള്ള പുത്രൻ ഇതിലെ കടന്നുപോയി. അവരെ കാണുകയും ചെയ്തിട്ടുണ്ട്. കാരണം പരസ്പരം അവർ കൈകൂപ്പിയില്ലോ. അപ്പോൾ അവർക്ക് തോന്നാത്ത ലജ്ജ എന്തുകൊണ്ട് തന്നെ കണ്ടപ്പോൾ തോന്നി എന്ന് വിചാരിച്ചിട്ട് അവരോട് ചോദിച്ചു, കന്യകമാരെ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഇത്രയും വൃദ്ധനായിട്ടുള്ള എന്നെ കണ്ടപ്പോൾ നാണിച്ച് വസ്ത്രം കൊടുത്ത് മാറി നിന്നു? പക്ഷേ എൻ്റെ ആ പുത്രൻ, അവന് 16 വയസ്സേ ഉള്ളൂ, നിങ്ങളാണെങ്കിൽ ചെറിയ പെൺകുട്ടികളുമാണ്. അവനിതിലെ കടന്നു പോയപ്പോൾ നിങ്ങൾക്ക് ആർക്കും ലജ്ജ തോന്നിയില്ല എന്ന് മാത്രമല്ല, എല്ലാവരും അവനെ തൊഴുതു നിന്നു. അവനും നിങ്ങളെ പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങളെയൊക്കെ നോക്കി വണങ്ങിയിട്ടാണ് പോയത്. ഇതെന്താണ് ഇങ്ങനെ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അങ്ങ് ഈ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. കാരണം അങ്ങേക്കിതാ സ്ത്രീയാണ്, ഞങ്ങൾ കന്യകമാരാണ്, ഞാൻ പുരുഷനാണ് എന്നുള്ള ആ ഭേദബുദ്ധിയൊക്കെ ഉണ്ട്, ആ ഭേദദൃഷ്ടിയുണ്ട്. പക്ഷേ അങ്ങയുടെ മകന് ആ ഭേദബുദ്ധി ഇല്ല. ഞങ്ങളെ തന്നെയാണ് അദ്ദേഹത്തിൽ കണ്ടത്, അദ്ദേഹത്തെ തന്നെയാണ് ഞങ്ങളിൽ കണ്ടത്. അപ്പോൾ അദ്ദേഹം ഭേദബുദ്ധി ഇല്ലാണ്ട് ഞങ്ങളെ നോക്കിയപ്പോൾ ഞങ്ങൾക്കും തോന്നിയില്ല അദ്ദേഹത്തിൽ വേറെ ഒന്നും തോന്നിയില്ല, ഞങ്ങൾക്ക് ലജ്ജയൊന്നും തോന്നിയില്ല. കാരണം ഞങ്ങൾക്ക് ഞങ്ങളെ കണ്ണാടിയിൽ നോക്കണ പോലെ തോന്നിയുള്ളൂ, അല്ലാണ്ട് യാതൊരു ലജ്ജയും തോന്നിയില്ല എന്ന് അവർ മറുപടി പറഞ്ഞു. ഈ ഒരു കഥ ഇതിൽ പറയുന്നുണ്ട്. അങ്ങനെ ഈ കഥയെ
ഈ കഥയെ അനുസ്മരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ശ്ലോകം പറഞ്ഞത്. കഥമാലക്ഷിത പൗരൈ സംപ്രാപ്ത കുരുജാങ്കലൻ ഉന്മത്ത മൂകജടവിചരൻ ഗജസാഹ്വയേ കഥം വാ പാണ്ഡവേയസ്യ രാജർഷേർ മുനിനാ സഹ സംവാദ സമഭൂത്താദ യത്രൈഷാ സ്വാത്വതീശ്രുതി. ഗുരുജാങ്കലദേശങ്ങൾ താണ്ടി ഹസ്തിനമെത്തവേ ഉന്മത്ത മൂഢജടനെ പൗരന്മാർ കണ്ടതെങ്ങിനെ. അപ്പോൾ ഇവർ ചോദിക്കുന്നു, ഇങ്ങനെ എല്ലാത്തിലും ഭഗവാനെ മാത്രം കണ്ട് എല്ലാത്തിലും അങ്ങനെ ഒരേ സമബുദ്ധിയോടുകൂടിയുള്ള ഇദ്ദേഹം എങ്ങനെയാണ് കഥ പറയാൻ വന്നത്? പിന്നെ അത് മാത്രമല്ല, ഈ ഇതുപോലെ ആ പാണ്ഡവകുലത്തിൽ ജനിച്ച പരീക്ഷിത് മഹാരാജാവിനെ ശ്രീ ശുകബ്രഹ്മർഷിയോട് ഇങ്ങനെ പറയാനായിട്ട് എന്ത് സംഗതിയാണ് ഉണ്ടായത് എന്ന് ചോദിക്കുകയാണ്. ആ സ്ത്രീ പുരുഷ ഭേദമില്ലാണ്ടായിട്ടുള്ള ആ ബ്രഹ്മപുത്രനായിട്ട് ആ കുരുദേശങ്ങളിലെ അതുപോലെ ഓരോരോ സ്ഥലങ്ങളിലെ ഹസ്തിനപുരത്തിലൊക്കെ ഇങ്ങനെ ഭ്രാന്തൻ, മൂകൻ, ജഡൻ എന്നുള്ളപ്പോൾ അങ്ങനെ ഭ്രാന്തനെ പോലെ ചിലർക്ക് തോന്നും ഭ്രാന്തനാണെന്ന്, ചിലർക്ക് തോന്നും മിണ്ടാത്ത ആളാണെന്ന്, ചിലർക്ക് തോന്നും ഇതിന് ബുദ്ധിയൊന്നുമില്ലാത്ത ജഡനായിട്ടാണ്, അതിനത്ര ഒരു മന്ദബുദ്ധിയാണെന്നൊക്കെ തോന്നും. അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടൊരു ശുകമുനിയെ ഈ എങ്ങനെയാണ് ഈ മനസ്സിലാക്കിയത്? ഇവർക്ക് കണ്ട് മനസ്സിലാവണ്ടേ? ഇതിപ്പോൾ ശുകബ്രഹ്മർഷിയാണ്. കാരണം സാധാരണക്കാർക്കൊന്നും മനസ്സിലാവില്ല കണ്ടാൽ. നമ്മുടെ ആ ഭ്രാന്തന്മാരൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കണ പോലെ ഇദ്ദേഹം പുണ്യാത്മാവാണെന്ന് കണ്ടാൽ മനസ്സിലാവുക. അങ്ങനെയാണ് ഇത്ര പുണ്യാത്മാക്കൾ നടക്കുക. അദ്ദേഹം ഒരു പുണ്യാത്മാവാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ആ സ്വൈരവിഹാരം നടത്താനൊന്നും നമ്മളെപ്പോലെയുള്ളവർ സമ്മതിക്കില്ല. പിന്നെ അദ്ദേഹത്തിന് ചെന്ന് ബുദ്ധിമുട്ടിക്കായി ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ടേ. അപ്പോൾ അദ്ദേഹം അങ്ങനെയാണ് ഇവർ നടക്കുക. അപ്പം ഇങ്ങനെയുള്ളവരെ എങ്ങനെയാണ് അവർ തിരിച്ചറിഞ്ഞത് എന്ന് ചോദിക്കുക. പിന്നെ അതുപോലെ പാണ്ഡവകുലത്തിൽ ജനിച്ച ഈ പരീക്ഷിത മഹാരാജാവിന് ഈ ശുകബ്രഹ്മർഷി എങ്ങനെയാണ് വന്ന് ഇതുപോലെ കഥ പറയാൻ, അതായത് ഈശ്വര കഥകളെ പറയാനായിട്ട് സംഗതി വന്നത് എങ്ങനെയാണ്? കാരണം ആ ബ്രഹ്മസംഹിത തന്നെ ഒരു സംവാദത്തിൽ നിന്ന് ഉണ്ടായതാണ്. പക്ഷേ എങ്ങനെയാണ് അദ്ദേഹത്തിനോട് പറയാൻ കാരണമായത് എന്ന് ചോദിക്കുക. സ ഗോദോഹനമാത്രം ഹി ഗൃഹേഷു ഗൃഹമേദിനം അവേക്ഷതേ മഹാഭാഗസ്തീർത്തീകുർവം തദാശ്രമം അഭിമന്യുസുതം സൂതാ പ്രാഹുർഭാഗവതോത്തമം തസ്യ ജന്മ മഹാശ്ചര്യം കർമാണി ച ഗൃണീഹിന സ സാമ്രാട്ട് കസ്യ വാ ഹേതോ പാണ്ഡൂനം മാനവർദ്ധന പ്രായോപവിഷ്ടോ ഗംഗായാം അനാദ്യാത്യാധിരാശ്രിയം. ഗോദോഹനത്തോള ഓരോ വീട്ടിലും ചെന്നു നിന്നവൻ അവയെ പുണ്യവത്താക്കി പോന്നിരുന്നു മഹാശയൻ. അഭിമന്യുസുതന്മാം ഭാഗവതോത്തമൻ അതിശ്രുതൻ ചൊന്നാലുമാ മഹാശ്ചര്യ ജന്മകർമ്മ വിശിഷ്ടത പാണ്ഡുവിനു യശസ്സേറ്റും അസാമ്രാട്ട് എന്തു കാരണം സ്വത്തൊക്കെ കൈവിട്ടു ഗംഗാതീരെ പ്രായോപവിഷ്ടനായി. അപ്പം ചോദിക്കുന്നു, അതായത് ഗോദോഹനം മാത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പശുവിനെ കറക്കണ സമയം എന്ന് പറയും. ഗോദോഹനം എന്ന് വെച്ചാൽ ഒരു അല്പസമയം മാത്രം പശുവിനെ കറക്കുക എന്നുള്ള സമയമാണ്. നന്നേ കുറച്ച് പശുവിനെ കറന്നിട്ട് പാലെടുക്കുക ആവശ്യമുള്ള, അതായത് നമ്മൾ പശുവിനെ കറക്കണ പോലെയല്ല. പണ്ടൊക്കെ പശുവിനെ കറക്കാൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്ര പാലാണ് ആവശ്യം, ആ ആവശ്യമുള്ള പാല് മാത്രം കറന്നെടുക്കും, ബാക്കിയൊക്കെ കുട്ടിയെ കുടിപ്പിക്കും. അങ്ങനെ ഒരാൾക്ക് ആവശ്യമുള്ള പാലിനെ എടുക്കാൻ എത്ര സമയം വേണോ അത്ര സമയം മാത്രം ഒരു ഗൃഹത്തിലെത്തി ആ ഗൃഹത്തിലെ പരിശുദ്ധി നൽകിയിട്ട് ആ സ്ഥലത്ത് അത്ര സമയം നിൽക്കുള്ളൂ. അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് പോകും. അങ്ങനെയുള്ള അദ്ദേഹം ഭാഗവതം ഇതുപോലെ പറഞ്ഞു കൊടുത്തു വെച്ചാൽ അതിന് ധാരാളം സമയം വേണം. അത് 7 ദിവസം ഇരുന്ന് പറഞ്ഞു കൊടുത്തു എന്നല്ലേ പറയണേ പരീക്ഷിച്ചിന്. അത് എങ്ങനെയാണ് സാധിച്ചത്? അത് ആശ്ചര്യമാണല്ലോ. അതെങ്ങനെയാണെന്ന് ചോദിക്കുക. പിന്നെ പരീക്ഷിത് മഹാരാജാവ് ഭഗവത് ഭക്തന്മാരിൽ വെച്ച് ഉത്തമനാണെന്നാണ് പറഞ്ഞൊക്കെ കേട്ടിട്ടുള്ളത്. അങ്ങനെയുള്ള മഹാരാജാവ് എന്തുകൊണ്ടാണ് എല്ലാ കർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് അവസാനം
ആ ഗംഗാതീരത്ത് ചെന്നിരുന്നിട്ട് ആ പ്രായോപവേശത്തിൽ ഇരുന്നത്. ഇത്രയും പേര് കേട്ട ഒരു ചക്രവർത്തിയല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് എല്ലാം ഉപേക്ഷിച്ചിട്ട് അങ്ങനെ വന്ന് ഇത്രയും വലിയൊരു കഠിന വ്രതം ആചരിച്ചത് എന്ന് പറഞ്ഞു തരുമെന്ന് പറയാം. നമന്തി യത്പാദനികേതനാത്മനാ ശിവായ ഹാനീയധനാനി ശത്രവ കഥം സവീര്യ ശ്രിയമംഗദുസ്ത്യജം യുവൈഷദോ സൃഷ്ടുമഹോ സഹാസുഭി ശിവായ ലോകസ്യ ഭവായ ഭൂതയേ യ ഉത്തമശ്ലോകപരായണ ജന ജീവന്തി നാത്മാർത്ഥമസൗ വരാശ്രയം മുമോജ നിർവിദ്യ കുതക്കളേവരം. പണം കിഴിക്കെട്ടിയ ശത്രുകൂടിയും ശുഭം വരൻ വന്നു നമിപ്പതാരയോ ആ വീരനെമ്മട്ടിൽ യുവത്വമുറ്റതൻ ദേഹം ത്യജിക്കുന്നതിനാശ്രയിച്ചുവോ എങ്ങുത്തമ ശ്ലോകപരായണത്വമർന്ന ശേഷലോകാൽ ഗതികാമർ വീഴ്വതോ അങ്ങിപ്പരീക്ഷത്തു പരോപകാരം ശരീരബന്ധത്തെ വെടിഞ്ഞതെങ്ങിനെ ചോദിക്കുന്നു. ഏതൊരു എൻ്റെ ചരണപീഠത്തെയാണോ ശത്രുക്കൾ മുഴുവനും ക്ഷേമത്തിന് വേണ്ടിയിട്ട് ധനങ്ങളെ കൊണ്ട് ശത്രുക്കളൊക്കെ കൊണ്ടുവന്നിട്ട് രാജാവല്ലേ, അപ്പോൾ ആ യുദ്ധം ചെയ്യാണ്ടിരിക്കാൻ തൻ്റെ രാജ്യത്തിനെ യുദ്ധം ചെയ്യാതെ മറ്റുള്ള രാജാക്കന്മാരൊക്കെ കൊണ്ടുവന്നിട്ട് ധനം കൊണ്ട് സമർപ്പിച്ചിട്ട് നമസ്കരിക്കുകയാണ്. അങ്ങനെയുള്ള യൗവനയുക്തനായിട്ടുള്ള മഹാരാജാവാണ്. അപ്പോൾ പറയാണ്, അപ്പോൾ സാധാരണ എന്താ കുറച്ച് പണം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പണത്തിനെ ഉപേക്ഷിക്കാൻ പോലും കഴിയാത്തതാണ് ആൾക്കാർ. നിസ്സാരമായിട്ടുള്ളതിനെ ഉപേക്ഷിക്കാൻ കഴിയണില്ല അല്ലേ. ആ സ്വന്തം എന്ന് കരുതിയിട്ട് നിസ്സാരമായിട്ടുള്ളതിനെ സ്വന്തം മക്കൾക്ക് പോലും വിട്ടുകൊടുക്കാണ്ട്, മക്കൾക്കോ ബന്ധുക്കൾക്കോ വിട്ടുകൊടുക്കാണ്ട് കയ്യിൽ വയ്ക്കുന്നു. അത്രയും ഉപേക്ഷിക്കാൻ പറ്റില്ല ധനത്തിന്. അങ്ങനെയുള്ള ഈ ആണ് ഓരോ മനുഷ്യന്മാർ. അപ്പോൾ ഇത് നോക്കൂ, ഒരു രാജാവ്, എല്ലാവരും ധാരാളം അത്രയും സ്വത്തും എല്ലാ സമ്പത്തും എല്ലാവരായാലും ഒരാൾക്കും അദ്ദേഹത്തിനോട് ശത്രുതയില്ല, എല്ലാവരും അദ്ദേഹത്തിൻ്റെ കീഴിലാണ്. അതുമാത്രമല്ല യുവാവുമാണ്. ഇങ്ങനെയുള്ള ഇദ്ദേഹം എന്തുകൊണ്ടാണ് രാജൈശ്വര്യത്തെ മാത്രമല്ല തൻ്റെ പ്രാണനെ വരെ ഉപേക്ഷിക്കാൻ, കാരണം പ്രായോപവേശം ചെയ്ത് പ്രാണനെ ഉപേക്ഷിക്കാനാണല്ലോ തയ്യാറായത്, എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണ്. ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്ന ഭക്തന്മാർ ലോകത്തിൻ്റെ സുഖത്തിന്, സമൃദ്ധിക്ക്, ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ജീവിക്കുകയാണ്, അവർക്ക് വേണ്ടിയിട്ടല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അന്യർക്ക് ആശ്രയമായിട്ടിരിക്കുന്ന ശരീരത്തെ ഒരു ചക്രവർത്തി എന്നുള്ള സ്ഥിതിക്ക് എന്താ ചെയ്യുക, ചക്രവർത്തി അവനവന് വേണ്ടിയിട്ട് ജീവിക്കുക. അങ്ങനെയുണ്ടല്ലോ, പരോപകാരാർത്ഥം ഇതം ശരീരം എന്ന് പറഞ്ഞ പോലെ. അതുകൊണ്ട് ലോകത്തിന് അവരെങ്ങനെയാണ് ചെയ്യുക, ലോകസുഖത്തിന് വേണ്ടിയിട്ട്, നന്മയ്ക്ക് വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് തൻ്റെ ഗൃഹത്തെ എന്ന പോലെ ആ രാജ്യത്തിനെ പരിപാലിക്കേണ്ട ചക്രവർത്തി എന്തുകൊണ്ടാണ് ആ ചക്രവർത്തി പദവും രാജ്യമൊക്കെ ഉപേക്ഷിച്ചത്? ആ വിരക്തനായതുകൊണ്ട്, ആശ അറ്റവനാണെന്നുണ്ടെങ്കിലും ശരിയാണ്, ഇത് വേണ്ട, വിരക്തി വന്നു, എല്ലാ ധനമൊന്നും വേണ്ടെന്ന് വിചാരിച്ച് ഉപേക്ഷിച്ചു വെച്ചാലും സ്വന്തം ജീവൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും ഉണ്ടാവില്ലേ. ഇത് അതുപോലും ഉപേക്ഷിച്ചിട്ട് 7 ദിവസം കൊണ്ട് പ്രാണൻ കളയാൻ വേണ്ടി പ്രായോപവേശം ചെയ്തു എന്ന് പറയണില്ലേ. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവണമല്ലോ, ആ കാരണത്തിനെ കേൾക്കണം എന്ന് പറയാം. തത്സർവം സമാജക്ഷാ പൃഷ്ടോ യദിഹ കിഞ്ചന മന്യേത്വം വിഷയേ വാചം സ്നാതമന്യത്ര ഛാന്തസാത്. അങ്ങയോടാരാഞ്ഞതെല്ലാം ഞങ്ങളോടുരിയാടണം, വേദേതര ജ്ഞാനസമുദ്രത്തിൽ സംസ്നാതനേ ഭവൻ. അതായത് പറയാണ്, ഞങ്ങളിതാ ചോദിച്ച ആ ചോദ്യത്തിന് ഞങ്ങൾക്ക് അതിനെല്ലാം വിസ്തരിച്ച് വേണ്ട വിധം ഞങ്ങളോട് ഉത്തരം പറയണം. കാരണം അങ്ങക്ക് എല്ലാത്തിനെയും അറിയാനായിട്ട് സാധിക്കും. അങ്ങ് അറിവിൻ്റെ സമുദ്രത്തിൽ മുങ്ങിക്കുളിച്ച് വന്നവനാണെന്ന് ഞങ്ങൾക്കറിയാം. അപ്പം അങ്ങക്ക് ഞങ്ങൾക്ക് വേണ്ടതുപോലെ ഇത് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. പറഞ്ഞു തരണേ എന്ന് പറയാം. സൂത ഉവാച ദ്വാപരേ
സമനുപ്രാപ്തേ തൃതീയേ യുഗപര്യയേ ജാതപാരാശരോദ്യോഗീ വാസവ്യം കലയാഹരേ സ കഥാചിത് സരസ്വദ്യ ഉപസ്പൃശ്യ ജലം ശുചി വിവിക്ത ഏക ആസീന ഉദീതേ രവിമണ്ഡലേ. തൃതീയമാം യുഗത്തിങ്കൽ ദ്വാപരാന്ത്യത്തിൽ യോഗിയായി പാരാശര്യൻ വാസവിയിൽ ജാതനായി വൈഷ്ണവാംശനായി സരസ്വതി ജലസ്നാതൻ പണ്ഡവൻ മരുവീടിനാൻ ഏകാഗ്രചിത്തനായൊറ്റയ്ക്ക് ഉദയാദിത്യശോഭയിൽ. അപ്പം സൂതൻ പറയാൻ തുടങ്ങണു. സൂതനോട് ചോദിച്ചപ്പോൾ സൂതൻ പറയാൻ തുടങ്ങുന്നു. ഏത് യുഗത്തിൽ കഥ ആരംഭിച്ചു എന്നാണല്ലോ പറയണേ, ചോദിച്ച ആദ്യം. അപ്പോൾ പറയണു ഏത് യുഗത്തിലാണ് എന്ന് ചോദിച്ചപ്പോൾ പറയണു മൂന്നാമത്തെ, അതായത് 4 യുഗം കഴിഞ്ഞാൽ പിന്നെയും ആദ്യം ഒരു കൃതയുഗം, ദ്വാപരയുഗം, കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, അങ്ങനെ 4 യുഗങ്ങളാണല്ലോ. ഈ 4 യുഗങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആദ്യം തൊട്ടിട്ട് ആദ്യം തുടങ്ങുകയാണ് എന്ത് കൃതയുഗം, ത്രേതായുഗം, അങ്ങനെ ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിൽ മൂന്നാമത്തെ ഒരു തവണ കഴിഞ്ഞു, 2 തവണ, 4 യുഗങ്ങൾ കഴിഞ്ഞു. പിന്നെ എല്ലാം ഭഗവാന്റെ വിലയം പ്രാപിച്ചു, വീണ്ടും സൃഷ്ടി ആരംഭിച്ചു, വീണ്ടും 4 യുഗം കഴിഞ്ഞ് അങ്ങനെ 2 തവണ കഴിഞ്ഞു. മൂന്നാമത് വന്നതിൽ മൂന്നാമത്തെ പരിവർത്തനത്തിൽ ദ്വാപരയുഗം ഉണ്ടല്ലോ. അപ്പോഴാണ് അവിടെ വസു എന്നു പേരുള്ള ഒരു രാജാവിൻ്റെ പുത്രിയായ വാസവി എന്നു പേരുള്ള സത്യവതിയിൽ വിഷ്ണുവിൻ്റെ അംശമായിട്ട് യോഗിയായിട്ടുള്ള വേദവ്യാസര് അവിടെ അവതരിച്ചു എന്ന് പറയാം. അവിടെ എങ്ങനെയാണ് ഒരിക്കൽ സൂര്യോദയത്തിൽ സരസ്വതി നദിയിൽ സ്നാനാദികൃത്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഇങ്ങനെ ബദരി ആശ്രമത്തിൻ്റെ സ്ഥാനത്ത് ഏകനായിട്ട് ഈ വേദവ്യാസ ഋഷീശ്വരൻ ഇരിക്കുകയായിരുന്നു. പരാവരജ്ഞ സഋഷി കാലേന വ്യക്തരം ഹസ യുഗധർമ്മ വ്യതികരം പ്രാപ്തം ഭുവി യുഗേ യുഗേ ഭൗതികാനഞ്ച ഭാവാനം ശക്തിഹ്രാസം തത്കൃതം അശ്രദ്ധാനാന്യ സത്വൻ ദുർമേധാൻ ഹ്രസിതായുഷ ദുർഭഗാംശ്ച ജനാൻ വീക്ഷ്യ മുനീർ ദിവ്യേന ചക്ഷുഷാ സർവവർണാശ്രമാണാം യദദ്യോഹിതാം അമോഘദൃക് പരാപരജ്ഞാനദിവ്യൻ കാലാവ്യക്തപ്രവാഹവും യുഗന്തോറും വരും ധർമ്മച്യുതിയും ദിവ്യദൃഷ്ടിയിൽ കണ്ടെത്തി ഭൗതിക ആത്മീയ മണ്ഡലങ്ങളിൽ മാനവർ മന്ദർ അശ്രദ്ധർ ഭീരുക്കൾ അല്പായസ്സുകളെ വരും ആ ദുർഭകരെ വീക്ഷിച്ചിട്ടാർദ്ധനായി തേടിനാനവൻ സർവവർണാശ്രമങ്ങൾക്കും ഹിതമുണ്ടെന്തു അമോഘമായി. 3 ശ്ലോകം ഒരുമിച്ച് വായിച്ചത് ഏകദേശം അർത്ഥം എന്നാലേ വരുള്ളൂ, അല്ലെങ്കിൽ മുറിഞ്ഞു വരും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഒരിക്കൽ ഇങ്ങനെ ഏകാന്തത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഋഷീശ്വരൻ വരാൻ പോകുന്ന കാര്യങ്ങളെയൊക്കെ പറ്റിയിട്ട് അറിയാനുള്ള ആ ജ്ഞാനദൃഷ്ടിയുണ്ട്. അപ്പോൾ യുഗം തോറും ധർമ്മം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ വിഷയശ്രദ്ധ വരില്ല, മനോബുദ്ധിയൊന്നും ഉണ്ടാവില്ല, ആയുസ് കുറഞ്ഞു വരുന്നു, ഭാഗ്യവും കുറവ്, അങ്ങനെയുള്ള ദോഷങ്ങൾ ലോകത്തിൽ വ്യാപിക്കുന്ന തൻ്റെ ആ ജ്ഞാനദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ആ വ്യാസമഹർഷി എന്ത് ചെയ്തു? കണ്ണടച്ചുകൊണ്ട് ആ സർവവർണ്ണങ്ങൾക്കും ആശ്രമങ്ങൾക്കും ഹിതമായിട്ടുള്ള കാര്യം എന്താണ്, എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട് ധ്യാനിക്കുകയാണ് ചെയ്തത്. ചാതുർഹോത്രം കർമ്മശുദ്ധം ജനാനാം വീക്ഷ്യ വൈദികം വ്യദധാത് അജ്ഞസന്തത്यै വേദമേകം ചതുർവിധം ഋഗ്യജുർസാമാഥർവാഖ്യ വേദചത്വാര ഉദ്ധൃത
ഇതിഹാസപുരാണം ച പഞ്ചമോ വേദ ഉച്യത്തെ തത്ര 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 ഋഗ്വേദധര പൈല സാമഗോ ജമിനി കവി വൈശംപായന ഏവൈകോ നിഷ്ണാദോ യജുഷാമുതാം അഥർവാംഗിരസാം ആസീത് സുമന്തുർദാരുണോ മുനി ഇതിഹാസപുരാണാനം പിതാമേരോ മഹർഷണ. ചാതുർഹോത്രം പ്രജാശുദ്ധിക്ക് ഉദകാമെന്നു കണ്ടവൻ യജ്ഞരക്ഷയ്ക്കായി 4 പകുത്തു വേദമത്രയും. വേദങ്ങൾ 4 കൃതം ഋഗ്യജുർ സാമമഥർവവും 5-ാമത്തേതായ വേദം ഇതിഹാസം പുരാണവും. ഋഗ്വേദധരനായി പൈലൻ സാമകൻ കവി ജൈമിനി വൈശംപായനേകൻ നിഷ്ണാദനായി യജുസ്സിലും. അഥർവാംഗിരസാമഗ്നൻ സുമന്തു മുനിഭീകരൻ ഇതിഹാസപുരാണജ്ഞൻ എന്നച്ഛൻ രോമഹർഷണൻ. അങ്ങനെ ആ ഇരിക്കണ സമയത്ത് ബ്രഹ്മ എന്താ ചെയ്യണ്ടേ എന്ന് ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ ചാതുർഹോത്രം എന്നുള്ള കർമ്മം, ചാതുർഹോത്രം എന്നുള്ള ആ പേരായിട്ടുള്ള വേദോക്തമായിട്ടുള്ള കർമ്മം ഉണ്ടല്ലോ, അത് ജനങ്ങളെ പരിശുദ്ധരാക്കി തീർക്കും എന്ന് ചിന്തിച്ചിട്ട് എന്ത് ചെയ്തു, അത് കുറച്ചുകൂടി അവർക്ക് എളുപ്പമാവാൻ വേണ്ടിയിട്ട് അതിനെ 4 വേദങ്ങളായിട്ട് വിഭജിച്ചു. അങ്ങനെയാണ് വേദവ്യാസൻ എന്നുള്ള കൃഷ്ണദ്വൈപായൻ എന്നാണ് പേര്, വേദവ്യാസം എന്നുള്ള പേര് വന്നത്. അങ്ങനെ അത് ഋക്ക്, യജുസ്, സാമം, അഥർവം എന്നീ പേരുകളോട് കൂടിയിട്ട് അറിഞ്ഞു. അതിൽ ആ ഇതിഹാസ പുരാണങ്ങൾ ബാക്കി രചിച്ചു. അപ്പോൾ ഈ ഇതിഹാസവും പുരാണവും 5-ാമത്തെ വേദമായിട്ട് പഞ്ചമവേദം എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ 4 ഭാഗങ്ങളും ഓരോരോ ശിഷ്യന്മാരെ ഏൽപ്പിക്കുകയാണ്. പൈലൻ എന്ന ശിഷ്യൻ ഋഗ്വേദത്തെ, പിന്നെ ജൈമിനി സാമവേദത്തെ, വൈശംപായനൻ യജുർവേദത്തെയും അഭ്യസിച്ചു. പിന്നെ ഈ അഥർവവേദം ഉണ്ടല്ലോ, അഥർവവേദത്തിലെ എങ്ങനെയാണ് അധികം ആഭിചാരക്രിയകൾ, മറ്റുള്ള ഓരോ കർമ്മങ്ങൾ, ഓരോന്നിനൊക്കെ ബലി കൊടുക്കുക, അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെയാണ്. ആ ഭാഗത്തെ സുമന്തു എന്ന് പേരായിട്ടുള്ള ഒരു മുനിയെ പഠിച്ചു. പിന്നെ ഇതിഹാസം പുരാണം എന്നുള്ളതൊക്കെ എൻ്റെ അച്ഛനായിട്ടുള്ള രോമഹർഷ്ണനും പഠിച്ചു എന്ന് പറഞ്ഞു. ആരാ ഇപ്പം ഇത് പറയണത്, ഈ കഥ പറയണത് ആരാ? സൂതനാ പറയണത്. അപ്പോൾ സൂതൻ്റെ അച്ഛൻ്റെ പേര് എന്താ? രോമഹർഷണൻ എന്നാണ്. അപ്പോൾ അങ്ങനെ പറയുന്നു. ഇനി അടുത്ത ശ്ലോകം. ഏതർഷയോ വേദം സ്വം സ്വം വ്യസനനേ കഥാ ശിഷ്യൈ പ്രശിഷ്യൈ തച്ഛിഷ്യൈ വേദാസ്തേ ശാഖിനോ ഭവൻ ത ഏവ വേദാ ദുർമേധൈർധാര്യന്തേ പുരുഷൈര്യഥാ ഏവം ചകാര ഭഗവാൻ വ്യാസഃ കൃപണവത്സല സ്ത്രീശൂദ്രദ്വിജബന്ധൂനാം ത്രയീനാ ശ്രുതിഗോചരാ കർമ്മശ്രേയസി മൂഢാനം ശ്രേയ ഏവം ഭവേദിഹ ഇതി ഭാരതമാഖ്യാനം കൃപയാ മുനിനാ കൃതം. മഹർഷിമാർ നിജ നിജ ശിഷ്യ പ്രശിഷ്യരിൽ പകർന്ന വേദങ്ങൾ പരമ്പരയാ പല ശാഖയായി വേദങ്ങളെല്ലാം രക്ഷിച്ചു പോരുന്നുണ്ടൽപബുദ്ധികൾ. അതിനു ഹേതു ഭഗവാൻ വ്യാസൻ കൃപണവത്സലൻ. കർമ്മശ്രേയസ്സിൽ മൂഢന്മാർ സ്ത്രീ ശൂദ്ര ബ്രാഹ്മണാധമർ ശ്രുതിഗോചരരല്ലാത്ത അവർക്കഭ്യുദയത്തിനായി ഉണ്ടായി ഭാരതാഖ്യാനം കൃപാലുമുനിയാൽ കൃതം. പിന്നെ ഇതൊക്കെ സൃഷ്ടിച്ചിട്ട് അത് ഓരോരോ ആൾക്കാരെ പഠിപ്പിച്ചു. അവർ ശാഖോപശാഖകളായിട്ട് അവരവരുടെ ശിഷ്യന്മാരെ പഠിച്ചിട്ട് അത് തുടർന്നു പോന്നു.
അപ്പോൾ അത് വേദവിഭാഗത്തിൻ്റെ പ്രചോദനം എന്താ വെച്ചാൽ മേധാവികളായവർക്ക് മാത്രമേ, അറിവുള്ളവർക്ക് മാത്രമേ അത് പറ്റുള്ളൂ. വേദങ്ങൾ ശരിക്കും അറിവ് കുറഞ്ഞവർക്ക്, അതായത് ചിന്തയും ബുദ്ധിയും വിവേകമൊക്കെ കുറഞ്ഞവർക്ക് അത്ര വേഗത്തിൽ അത് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വേദവ്യാസമുനി പിന്നെ എന്താ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ എന്ന് ആലോചിച്ചു. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് തോന്നിയത് ലോകത്തിൽ അറിയേണ്ടത്, അപ്പം നമ്മുടെ ഒരു അറിയേണ്ടതായിട്ട് മഹാഭാരതം എന്നുള്ളൊരു കഥ അദ്ദേഹം ഉണ്ടാക്കപ്പെട്ടു. ഈ മഹാഭാരതത്തിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഈ സ്ത്രീകൾക്ക്, ശൂദ്രന്മാർക്ക്, അതുപോലെ അധമരായവർക്ക് വേദം കേട്ട് ധരിച്ചിട്ട് അവർക്ക് ഇത് വേണ്ട വിധത്തിൽ പഠിക്കാൻ സാധിക്കില്ല എന്ന് അറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ജീവിത കഥ അല്ലേ, നമ്മളങ്ങനെ ഉണ്ടല്ലോ, ജീവിതത്തിൻ്റെ കഥയാണ് സ്വന്തം എന്ന് വെച്ചാൽ വേദവ്യാസം പറയുമ്പോൾ ഇപ്പോൾ അത് പാണ്ഡവരുടെയും കൗരവന്മാരുടെയും കഥ എന്ന് പറയണ്ടല്ലോ. ആ കഥ ജീവിതത്തിൽ ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മളെന്തിനാ കഥ പറയണേ? ഒരു കഥ പറയണ എന്തിനാ? ആ കഥ പറയുമ്പോൾ ആ കഥയിൽ പല കാര്യങ്ങളുണ്ട് അല്ലേ നമുക്ക് മനസ്സിലാക്കാൻ. സാധാരണക്കാരോട് ഒരു കഥ പറഞ്ഞു കൊടുക്കുക. പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ സിനിമ കാണാൻ പോകുമ്പോൾ ആ സിനിമ കണ്ടാൽ അത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കണ്ട സിനിമയുടെ ഇതിൽ അതിൻ്റെ അതുകൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം എന്നുള്ളതൊക്കെ ഒരു ഇത് തരും അല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം എന്നുള്ള വിവേചന ബുദ്ധിയൊക്കെ നമുക്ക് ഉണ്ടാവണം. അപ്പോൾ ഒരാളുടെ ഒരു ദുഃഖകഥ, ഒരാളിങ്ങനെ മറ്റുള്ളവരെ ദ്രോഹിച്ചു, ഇങ്ങനെ വന്നു, അവസാന കാലത്ത് അയാൾക്ക് വയ്യാണ്ടായി, അയാൾ ദ്രോഹിച്ച ആൾക്ക് പല വിധത്തിലുള്ള രോഗങ്ങളും ദുരിതങ്ങളൊക്കെ വന്ന് കഷ്ടപ്പെട്ടപ്പോൾ അയാൾക്ക് വീണ്ടും വിചാരം ഉണ്ടായി, എൻ്റെ പ്രവൃത്തി കൊണ്ടാണ് ഇതിങ്ങനെ വന്നതെന്നുള്ളത്. അങ്ങനെയാവുമ്പോൾ ആൾക്ക് മനസാന്തരം ഉണ്ടായി. പക്ഷെ എന്താ കാര്യം? ചെയ്തു പോയില്ല പ്രവൃത്തി. അതുകൊണ്ട് മനസാന്തരപ്പെട്ടിട്ട് എന്താ കാര്യം? അനുഭവിക്കേണ്ടതൊക്കെ അയാൾ അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെ വിഷമിച്ചിട്ടുള്ള ഒരു കഥ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാക്കണം? ഇയാൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് അയാൾ അനുഭവിച്ചത്. അപ്പോൾ എന്നിൽ നിന്ന് ഇങ്ങനൊരു കർമ്മം ഉണ്ടാവാൻ പാടില്ല, ഞാനപ്പോൾ അതിൽ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു പാഠമാണ് ഗുണപാഠം. അതന്നെ, അത് മറന്നുപോയി ഞാൻ പറയാൻ. ആ ഗുണപാഠമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഗുണപാഠം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഭാരതത്തിൽ ഓരോന്നും എടുത്ത് കാണുമ്പോൾ അങ്ങനെ ധാരാളം ഗുണപാഠങ്ങളുണ്ട്. ഓരോന്നിലും അറിവാണുള്ളത്. ആ ഗുണപാഠങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി സാധാരണക്കാർക്ക് മനസ്സിലാവട്ടെ എന്നുള്ള രീതിയിൽ ആ ഗുണപാഠങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഈ ഭാരതം എന്നുള്ള പേരിൽ അങ്ങനെ ഒരു ഗ്രന്ഥത്തിനെ, ഭാരതം മഹാഭാരതമാണ്, അത് ആ മഹാഭാരതം രചിച്ചു എന്ന് പറയാം. ഏവം പ്രവർത്യസ്യ സദാ ഭൂതാനാം ശ്രേയസി ദ്വിജ സർവാത്മകേനാഭിയതാ നാതുഷ്യത് ഹൃദയം തഥാ നാദിപ്രസീദ ഹൃദയ സരസ്വത്യസ്തദേഷു ചൗ വിതർക്കയൻ വിവിക്തസ്ത ഇദം പ്രോവാച ധർമ്മവിദ് ധൃതവ്രതേന ഹിമയാ ഛന്ദാംസി ഗുരുവോഗ്നയാ മാനിത നിർവ്യളീകേന ഗൃഹീതം ചാനുശാസനം. സർവഭൂതശുഭത്തിനിതൊക്കെ ചെയ്തിട്ടു മാമുനി തീരെ സന്തുഷ്ടനായില്ലെന്നതുകൊണ്ടാണു വിപ്രരെ നാദിപ്രസന്നഹൃദയൻ സാരസ്വത്യതടേശുചി വിചിന്തിച്ചു വിവിക്തസ്ഥൻ ധർമ്മവിത്തായ മാമുനി. വ്രതത്തോടെ ഭജിച്ചൻ വേദത്തെ ഗുരുവേ അഗ്നിയെ അകളങ്കൻ ഗ്രഹിച്ചേൻ ഞാൻ അവർ തന്നനുശാസനം. അപ്പോൾ പറയാണ്, ബ്രാഹ്മണരോട് പറയുന്നത്, ഇതൊക്കെ ചെയ്തു എന്നുണ്ടെങ്കിലും, ഇത്രയൊക്കെ ചെയ്തു എന്നുണ്ടെങ്കിലും എന്ത് ചെയ്തു? ആ വ്യാസരുടെ ഹൃദയം വേണ്ടതുപോലെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്താൽ ശരിയായില്ല, വെടുപ്പായില്ല, എന്തോ ഒന്ന് കുറവ്, ശരിയായില്ല എന്ന് നമ്മൾ വിചാരിക്കില്ല, എന്തോ ഒരു കുറവുണ്ട്, എന്താണാവോ വിചാരിച്ച പോലെ അങ്ങോട്ട് ആയില്ല, നമുക്ക് ഒരു പൂർണ്ണ സംതൃപ്തി കിട്ടാണ്ട് വരില്ലേ? അങ്ങനെ ഒരു സംതൃപ്തി ഇല്ലായ്മ വന്നു അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അതിന് കാരണം എന്താണെന്ന് ആലോചിക്കുക. എന്തുകൊണ്ടാണ് എനിക്ക് സംതൃപ്തി ഇല്ലാണ്ട് വന്നത് എന്ന് സരസ്വതിയുടെ തീരത്ത് ഇരുന്നു കൊണ്ട്
പറയണ്ടേ, അത് അവിടെ ഇരുന്നു കൊണ്ട് ആലോചിക്കുക. സരസ്വതി തീരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അറിവിൻ്റെ തലത്തിൽ ഇരുന്നു കൊണ്ട് ചിന്തിക്കുക എന്നുള്ള, ഏകാന്തത്തിൽ ഇരുന്നു കൊണ്ട് ചിന്തിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അതായത് മനനം ചെയ്യുക എന്ന് പറയില്ലേ, നമ്മളത് തന്നെ. ഞാൻ ബ്രഹ്മചര്യത്തെ ദീക്ഷിച്ചിട്ടാണ് ഈ വക സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തത്. പിന്നെ വേദങ്ങളെ, ഗുരുക്കന്മാരെ, അഗ്നി എന്ന് അവരൊക്കെ ഞാനിതാ ശരിക്കും ആത്മാർത്ഥമായിട്ട് യാതൊരു കാപട്യം ഇല്ലാണ്ട് അവരൊക്കെ പൂജിച്ചിട്ടുണ്ട്. ഗുരുഭൂതന്മാരുടെ ആജ്ഞകളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ ഗുരുക്കന്മാരായിട്ടുള്ളവർ നമ്മളോട് പറയും അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറയും. അപ്പോൾ അവരുടെ ആജ്ഞയെ വേണ്ടതുപോലെ അല്ലാണ്ട് അതിനെ ലംഘിച്ചുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യാന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ വന്നാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അവർ പറഞ്ഞ ആ ഗുരുക്കന്മാർ പറഞ്ഞ വഴിയെ തന്നെയാണ് നിൽക്കണത്. അപ്പോൾ അങ്ങനെയും ഒരു ധർമ്മച്യുതി വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെയും എനിക്ക് ഒരു തൃപ്തി തോന്നാത്ത, ചെയ്ത പ്രവൃത്തി, ചെയ്ത കർമ്മത്തിൽ ഒരു സംതൃപ്തി വരാത്തത് എന്തുകൊണ്ടാണ്? വേദം അറിയാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ സാധാരണക്കാർക്ക് അതറിയില്ല എന്ന് തോന്നിയപ്പോൾ ആ സ്ത്രീകൾക്കും ആ ശൂദ്രർക്ക് അതുപോലെ ബ്രാഹ്മണരല്ലാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് ആ ധർമാദി പുരുഷാർത്ഥങ്ങളുടെ സ്വരൂപം നന്നായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് മഹാഭാരതം വ്യാഖ്യാനിച്ച് വേദസാരത്തെ അതിൽ നല്ലോണം പ്രകാശിപ്പിച്ചുകൊണ്ട് എഴുതിയത്. എന്നിട്ടും എനിക്ക് വേണ്ടതുപോലെ ചെയ്തു എന്നൊരു സംതൃപ്തി വരണില്ലല്ലോ എന്ന് അദ്ദേഹം പറയാണ്. പതേശേന ഹ്യാത്മാനായ അർത്ഥശ്ചദർശിത ദൃശ്യതേ യത്ര ധർമാദി സ്ത്രീ ശൂദ്രാദിവിരപ്യുത. ഭാരതവ്യപദേശേന വേദാർത്ഥം ദർശനീയമായി സ്ത്രീ ശൂദ്രാദിയിലും ക്ഷിപ്രം ധർമ്മം കണ്ടെത്തിടാമതിൽ. അഥാവീബദമേ ദേഹ്യോ ഹ്യാത്മാ ചൈവാത്മനാ വിഭു അസമ്പന്ന ഇവാഭാതി ബ്രഹ്മവർച്ചസ്യ സത്തമാ. ബ്രഹ്മവർച്ചസ്യൻ ജീവൻ പൂർണ്ണനാണെന്നിരിക്കലും പരമാത്മാവിൽ വിലയം കൊള്ളുവാൻ ശങ്കിപ്പിതിപ്പോഴും. അപ്പോൾ പറയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു, എങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഓരോന്നും ചെയ്തു. അതായത് വേദാധ്യയനം ചെയ്തു, കേൾക്കുകയൊക്കെ ചെയ്തു, വേണ്ട വിധത്തിലൊക്കെ എല്ലാം ചെയ്തു എന്നുണ്ടെങ്കിലും ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്കൊരു ആത്മസംതൃപ്തി ലഭിക്കണില്ലല്ലോ. അത് എന്തുകൊണ്ടാണ് എന്ന് ഇങ്ങനെ സങ്കടപ്പെടുക. കിംവാ ഭാഗവതാ ധർമ്മ ന പ്രായേണ നിരൂപിത പ്രിയാ പരമഹംസാനം ത ഏവ ഹ്യച്യുത പ്രിയ. ധർമ്മം ഭാഗവതം ചർച്ചിച്ചില്ലയോ വേണ്ട തോതിൽ ഞാൻ. അതേ പാരമഹംസന്മാർക്ക് അച്യുതനും പ്രിയങ്കരം. തസ്യൈവാഖിലാത്മാനം മന്യമാനസ്യ ഖിദ്യതാ കൃഷ്ണസ്യ നാരദോഭ്യാഗാത് ആശ്രമം പ്രാഗുദാഹൃതം. ഉള്ളിൽ ദുഃഖിച്ചുകൊണ്ടേവം വേദവ്യാസനിരിക്കവേ തന്നാശ്രമത്തിലേക്ക് അഭ്യാഗതനായേനന്നു നാരദൻ. അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ എന്താ ചെയ്യണ്ടേന്നിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ആ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അതാണ് ഭഗവാന്റെ ഒരു കാര്യത്തിൽ നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് വഴി തേടണേ. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നൊരു നിശ്ചയമില്ലാണ്ട് നമുക്ക് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ അതിന് ഒരു വഴി തേടണമെന്ന് വെച്ചാൽ ഭഗവാൻ തന്നെ ഏതെങ്കിലും രൂപത്തിൽ നമ്മുടെ മുമ്പിൽ എത്തുന്നുള്ളതിൻ്റെ തെളിവാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, സ്ത്രീകൾക്കും ശൂദ്രന്മാർക്കും അറിവില്ലാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് ഭാരതം എഴുതിയെന്ന്. അപ്പോൾ ഇതുപോലെയുള്ള വരികളൊക്കെ അതിലുണ്ടാവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നമ്മൾ ഈശ്വരനെ ആശ്രയിച്ച് ഈശ്വരനോട് മാത്രം തന്നെ നമ്മുടെ മനസ്സ് തുറന്ന് ഈശ്വരനോട് നമ്മളിങ്ങനെ സംവദിച്ചുകൊണ്ട് ആ ബുദ്ധിയുടെ തലത്തിലിരുന്ന് വിവേകത്തോടു കൂടിയിട്ട് ചിന്തിക്കുന്ന മാത്രമേ, വികാരത്തോടു കൂടിയിട്ടല്ല പ്രവർത്തിക്കേണ്ടത്. അവിടെ വിവേകത്തോടു കൂടിയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ
ഏതെങ്കിലും ഒരു രൂപത്തിൽ, ഗുരുരൂപത്തിൽ, ഏതെങ്കിലും ഒരു രൂപത്തിൽ ഭഗവാൻ തന്നെ നമ്മുടെ മുമ്പിൽ എത്തിപ്പെടും. ഇതാ ഇവിടെ അങ്ങനെ ചിന്തിച്ച് ഇരിക്കണ സമയത്ത് അവിടെ വേദവ്യാസ മഹർഷിയുടെ മുമ്പിലേക്ക് ശ്രീനാരദ മഹർഷി ആശ്രമത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറയാം. തമഭിജ്ഞായ സഹസാ പ്രത്യുദ്ധായ ഗതം മുനി പൂജയാമാസ വിധിവൻ നാരദം സുരപൂജിതനം നാരദനാണിദ്ദേഹമെന്നുടൻ എണീറ്റു നിന്നതിഥിയെ പൂജിച്ചാൻ വിധി പോൽ മുനി. എവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ മനസ്സ് ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും കാര്യത്തിൽ പെട്ടിട്ട് നമ്മുടെ മനസ്സൊന്ന് പതറിയിരിക്കുന്ന സമയമാണ്. അപ്പം നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചിരിക്കുമ്പോൾ വികാരം കൊണ്ട് ചിന്തിച്ചിരിക്കണമെന്ന് വെച്ചാൽ നമുക്ക് വിവേകമൊന്നും ഉണരില്ല. അപ്പം നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും വിഷമത്തിൽ പെട്ട് ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് ഒരു ആൾ കയറി വന്നു. അദ്ദേഹം ഇതുപോലെ പൂജനീയനായിട്ടുള്ള ഒരാളാണ്, ബഹുമാനിക്കേണ്ട ആളാണ്. പക്ഷെ നമ്മൾ നമ്മുടെ ദുഃഖത്തിൽ, നമ്മുടെ ആ ഒരു ദുഃഖത്തിൻ്റെ ഇതിൽ നമ്മളിരിക്കും. ചിലപ്പോൾ അവരെ വേണ്ടതുപോലെ പൂജിച്ചു എന്നൊന്നും വരില്ല, ആകെ വിഷമിച്ചിരുന്നു എന്ന് വരും. അതേസമയം വിവേകത്തോടു കൂടിയിട്ടാണ് ഇവിടെ വേദവ്യാസർ ചിന്തിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്ത് ആ വിവേകം ഉള്ളത് കൊണ്ട് തന്നെ ശ്രീനാരദ മഹർഷി വന്നപ്പോൾ അത് അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിയിൽ തോന്നില്ല, പോയി കഴിഞ്ഞിട്ട് ഈശ്വര കഷ്ടേ, ഞാൻ വിഷമിച്ചിരുന്നതുകൊണ്ട് അവർ വന്നത് ഞാൻ കണ്ടുമില്ല, മനസ്സിലായില്ല, അങ്ങനെ നമുക്ക് തോന്നും. അപ്പോൾ ഭഗവാൻ പല രീതിയിൽ നമ്മുടെ മുമ്പിലേക്ക് വരും. നമ്മൾ വല്ലാണ്ട് വിഷമിച്ച് ദുഃഖിച്ചിരിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയില്ല വന്നത് ഈശ്വരൻ തന്നെയാണ് ഒരു ഭാവത്തിൽ വന്നത്, നമ്മളെ സഹായിക്കാനാണെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. അത് മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? വിവേചന ബുദ്ധിയോട് കൂടിയിട്ടിരിക്കണം. അങ്ങനെ ആ ബുദ്ധിയുടെ തലത്തിൽ ചിന്തിക്കണം. അതിനൊരു പരിഹാരം കാണാൻ ഈശ്വരനെ സാധിക്കുള്ളൂ. അപ്പോൾ ഈശ്വരൻ അനുയോജ്യനായ ഒരാളെ നമ്മുടെ അടുത്തേക്ക് വിടും. അങ്ങനെ വന്നത് ആ നാരദ മഹർഷിയാണെന്ന് മനസ്സിലായപ്പോൾ വേഗം എഴുന്നേറ്റ് അദ്ദേഹത്തിനെ പൂജിച്ച് വേണ്ട വിധത്തിൽ പൂജിച്ച് നമസ്കരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പ്രഥമസ്കന്ധേ നൈമിഷിയോപാഖ്യാനേ ചതുർത്ഥോധ്യായ. ശ്രീമദ് ഭാഗവതം മഹാപുരാണം പ്രഥമസ്കന്ധം നൈമിഷിയോപാഖ്യാനം 4-ാമത്തെ അധ്യായം ഭാഗവത ആരംഭകാരണം എന്ന പേരിലുള്ള 4-ാം അധ്യായം ഇവിടെ സമർപ്പിച്ചു. ഇനി 5-ാം അധ്യായമാണ് വായിക്കേണ്ടത്. വേണ്ടതുപോലെ പാരായണം ചെയ്യാനായിട്ട് നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതുവരെ പാരായണം ചെയ്ത കാര്യങ്ങളെല്ലാം ആ ഭഗവാന്റെ പാദത്തിൽ പ്രേമപുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. എല്ലാവരുടെ മനസ്സിലും വേണ്ടതുപോലെ അജ്ഞാനത്തെയൊക്കെ നീങ്ങിയിട്ട് അറിവിൽ നമുക്കെപ്പോഴും നമ്മുടെ ബുദ്ധി വികാരപരമായിട്ട് നീങ്ങാണ്ട് വിവേകത്തോടു കൂടി ചിന്തിക്കാനായിട്ട് സാധിക്കട്ടെ. അതിന് ഇതുപോലെ ഭാഗവതത്തിൻ്റെയും ഭാഗവത പ്രിയന്മാരുടെയും ഭഗവാന്റെയും ഋഷീശ്വരന്മാരുടെയൊക്കെ അനുഗ്രഹം നമുക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവർക്കും എല്ലാം നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ അക്ഷരപ്പൂക്കളും പ്രേമപുഷ്പാഞ്ജലിയായിട്ട് ശ്രീ ഗുരുവായൂരപ്പൻ്റെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് സമർപ്പിക്കുകയാണ്. വീണ്ടും അടുത്ത ദിവസം കാണണവരെ എല്ലാവർക്കും മനസ്സിൽ നിറയെ ഈ ഭാഗവതം ഓരോ ദിവസം കേട്ടാലും അതിനെപ്പറ്റി ചിന്തിക്കാനും ധാരാളം നാമം ജപിക്കാനും ഒക്കെ സാധിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പാ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീരാധേശ്യാം.